യുവ എഴുത്തുകാർക്ക് പ്രചോദനമായി തൃശൂരിൽ വാക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. യുവ എഴുത്തുകാരുടെ കൂട്ടായ്മയായ വാക്കിന്റെ നേതൃത്വത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. യുവ എഴുത്തുകാരുടെ സാഹിത്യ സൃഷ്ടികൾക്ക് കരുത്തുപകരുന്ന ചെറിയ കൂട്ടായ്മയായി ആരംഭിച്ചതാണ് വാക്ക് എന്ന സംഘടന. ഇന്ന് 80ലധികം എഴുത്തുകാർ വാക്കിന്റെ ഭാഗമാണ്. പുതിയ എഴുത്തുകാരുടെയും സാഹിത്യത്തിന്റെയും ഉന്നമനം ലക്ഷ്യമിട്ടാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചതെന്ന് വാക്ക് സംഘടനയുടെ പ്രസിഡന്റ് മിഹറാജ് പറഞ്ഞു. എഴുത്തുകാർക്ക് എഴുത്തുകാരാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിൽ നിന്നൊരു സംഘടന രൂപീകരിക്കുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിവിടെ വരുന്നത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തുക എന്നുള്ളത് സത്യം പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു സ്വപ്നം തന്നെയായിരുന്നു. മറ്റൊന്നുമല്ല, ഇതെല്ലാം ഒരു വാക്കുകളിൽ ഒതുങ്ങി പോവുകയും അത് പ്രവർത്തനത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനൊരു ഇത്രയും 70ഓളം 80ഓളം എഴുത്തുകാർ ഒരുമിച്ച് കൂടി ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുകയും ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുകയും ചെയ്യുക എന്നുള്ളത് യാഥാർത്ഥ്യമായി എന്നുള്ളത് തന്നെയാണ് ഈ വാക്ക് എന്ന കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. 6ഓളം വരുന്ന വിവിധ സെക്ഷനുകളിലായി നിരവധി എഴുത്തുകാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവർ പങ്കെടുത്ത പുസ്തക ചർച്ചകൾ, പുസ്തക പ്രകാശനങ്ങൾ, കവർ റിലീസ് എന്നിവ നടന്നു. ലക്ഷദ്വീപിൽ നിന്നുൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ പങ്കെടുത്തു. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ, മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചെൻ്റെ പിതാമഹർ കണ്ടതാണിക്കുതീരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണക്കുളമ്പുകൾ. തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. മലയാള സാഹിത്യത്തിലുണ്ടായ മാറ്റങ്ങൾ, വെല്ലുവിളികൾ, സാങ്കേതിക കാലഘട്ടത്തിലെ വായന തുടങ്ങിയ നിരവധി സംവാദങ്ങൾക്കും ആശയവിനിമയത്തിനും തുറന്ന വേദിയായി സാഹിത്യോത്സവം മാറി. കൈരളി ന്യൂസ്, തൃശൂർ.